ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നു മുതൽ ബിഗിനേഴ്സിനായി 30 ഡേയ്സ് ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇംഗ്ലീഷ് ഗ്രാമർ മുഴുവൻ അറിഞ്ഞാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയൂ, അങ്ങനെയൊന്നുമില്ല. ബേസിക് ഗ്രാമർ മനസ്സിലാക്കുകയും അത് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയും ഈ 30 ഡേയ്സിനുള്ളിൽ. വീഡിയോസിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷനായി അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഡേ 1 വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നത് എന്നതാണ്. അതിനായി മസ്റ്റായിട്ട് വേണ്ട 2 കാര്യങ്ങളാണ് സബ്ജക്റ്റ്, അതിനുശേഷം വെർബ്. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വെർബ് എന്ന് വെച്ചാൽ എന്താണോ ചെയ്യുന്ന പ്രവൃത്തി അതാണ് വെർബ്. സബ്ജക്റ്റ് എന്നത് ഓരോ നൗണാണ്, അതായത് നാമങ്ങളാണ്. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, പേര്, നെയിം അല്ലെങ്കിൽ ഒന്നിലധികം പേരുകൾ, ഇതെല്ലാം സബ്ജക്റ്റാണ്. നെക്സ്റ്റ് വേർബിനെ കുറിച്ച് മനസ്സിലാക്കാം. വേർബ് എന്നുള്ളത് 2ആയി തരംതിരിക്കാം. ഒന്ന് ആക്ഷൻ വേർബ്, രണ്ടാമത്തേത് സ്റ്റേറ്റ് വേർബ്. ആക്ഷൻ വേർബ് ഏതൊക്കെയാണ്? ഗോ, റൈറ്റ്, പ്ലേ, വാക്ക്, ഈറ്റ്. ഇങ്ങനെ എന്താണോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവയാണ് ആക്ഷൻ വേർബ്. സ്റ്റേറ്റ് വേർബ് അതാണ് ബി വേർബ്സ്. ബി വേർബ്സിനെ കുറിച്ച് വളരെ ലളിതമായി ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ചെന്നാൽ കാണാവുന്നതാണ്. ഏതൊക്കെയാണ് ബി വേർബ്സ്? ഈസ്, ആം, ആർ, വാസ്, വേർ, ബി, ബീയിങ്, ബീൻ, ഇവയൊക്കെയാണ് ബി വേർബ്സ്. ആക്ഷൻ വേർബ് ഒരു പ്രവൃത്തിയെയാണ് കാണിക്കുന്നതെങ്കിൽ ബി വേർബ്സ് ഒരു അവസ്ഥയെയാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപികയാണ്. ആം ഹാപ്പി, ഞാൻ ഹാപ്പിയിലാണ്. ആം സാഡ്, ഞാൻ ദുഃഖിതയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ് ബി വേർബ്സ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് മനസ്സിലാക്കാൻ പോകുന്നത് ഓബ്ജക്റ്റ്. എന്താണ് ഈ സെൻറ്റൻസിൽ വരുന്ന ഓബ്ജക്റ്റ്? ആരാണോ പ്രവൃത്തി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഏതിന്മേലാണോ പ്രവൃത്തി നടക്കുന്നത് അതാണ് ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ വരുന്ന സബ്ജക്റ്റ് ഏതാ? എനിക്ക്. വെർബ് ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടം? ചോക്ലേറ്റ്. അപ്പോൾ ചോക്ലേറ്റ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഇനി സെൻറ്റൻസ് ഓർഡറിലേക്ക് ആക്കാം. എനിക്ക് ഐ, ഇഷ്ടമാണ് ലൈക്ക്. എന്താണ് ഇഷ്ടം? ചോക്ലേറ്റ്. ഇപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് എന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റൊരു എക്സാമ്പിളൂടെ നോക്കാം. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? ഞങ്ങൾ. കഴിക്കുക എന്നുള്ളത് വേർബാണ്, ഈറ്റ്. എന്താണ് കഴിക്കുന്നത്? ഐസ്ക്രീം, അതാണ് ഒബ്ജക്റ്റ്. വി ഈറ്റ് ഐസ്ക്രീം. അവർ ഫുട്ബോൾ കളിക്കുന്നു. ഈ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കൂ. സെൻറ്റൻസ് ഓർഡർ മനസ്സിലുണ്ടാവണം. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇംഗ്ലീഷിലേക്ക് ആക്കിയെങ്കിൽ ഇപ്പോൾ തന്നെ ആ സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സെൻറ്റൻസ് സ്ട്രക്ചറിൽ ആക്കുമ്പോൾ മസ്റ്റായിട്ടും ഓർത്തിരിക്കേണ്ട മറ്റൊരു ഗ്രാമർ റൂളാണ് സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പേര് വരികയാണെങ്കിൽ വേർബിനൊപ്പം ES അല്ലെങ്കിൽ S ചേർത്ത് വേണം പറയാനായിട്ട്. ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. സൂര്യ ക്രിക്കറ്റ് കളിക്കുന്നു. ഈ ഒരു സെൻറ്റൻസിൽ സൂര്യ എന്നുള്ള ഒരു വ്യക്തിയുടെ പേരാണ് സബ്ജക്റ്റായി വന്നിരിക്കുന്നത്. സോ വേർബിനൊപ്പം S ചേർക്കണം. ഇതിലെ വേർബ് ഏതാ? കളിക്കുക, പ്ലേ. എന്നാൽ പ്ലേ എന്ന് പറയരുത്, സൂര്യ പ്ലേസ് എന്ന് പറയണം. എന്താ കളിക്കുന്നത്? ക്രിക്കറ്റ്. അതാണ് ഒബ്ജക്റ്റ്. സൂര്യ പ്ലേസ് ക്രിക്കറ്റ്. സബ്ജക്റ്റ്, വേർബ്, അതിനുശേഷം ഒബ്ജക്റ്റ്. മറ്റൊരു എക്സാമ്പിൾ, അവൾക്ക് സംഗീതം ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ അവൾക്ക് എന്ന് പറഞ്ഞത് ഷീ ആണ്. ഷീ ആവുമ്പോൾ വേർബിനൊപ്പം എന്ത് ചേർക്കണം? S ചേർക്കണം. സോ ലൈക്സ്. എന്താണ് ഇഷ്ടം? മ്യൂസിക്, സംഗീതം, അതാണ് ഒബ്ജക്റ്റ്. ഇനി സെൻറ്റൻസ് സ്ട്രക്ചറിൽ പറയാം. ഷീ ലൈക്സ് മ്യൂസിക്. വേർബിനൊപ്പം ES ചേർത്ത് പറയുന്ന ഒരു എക്സാമ്പിൾ കാണാം. അവൾ സ്കൂളിൽ പോകുന്നു. ഇവിടെ ഷീ ഗോ ടു സ്കൂൾ എന്നാണോ പറയുന്നത്? ഷീ ഗോസ് ടു സ്കൂൾ എന്നാണോ പറയുന്നത്? യെസ്, ഷീ ഗോസ് ടു സ്കൂൾ എന്നാണ് പറയുന്നത്. കാരണം സബ്ജക്റ്റായി വന്നിരിക്കുന്നത് ഷീ ആണ്. അതുകൊണ്ട് വേർബിനൊപ്പം ES ചേർത്ത് പറയണം. ഇനി ഒന്ന് റിവൈസ് ചെയ്യാം. ഡേ 1 പഠിച്ച 2 കാര്യങ്ങൾ. സെൻറ്റൻസ് സ്ട്രക്ചർ, ഹി, ഷീ, ഇറ്റ്
നെയിം ഇങ്ങനെ വരികയാണെങ്കിൽ വേർബിനൊപ്പം ES അല്ലെങ്കിൽ S ആഡ് ചെയ്ത് പറയണം. ഈ കാണുന്ന 2 സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യാനാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇവ രണ്ടും ഇന്ന് മനസ്സിലാക്കിയ സെൻറ്റൻസ് സ്ട്രക്ചർ, ഗ്രാമർ റൂൾ ഉപയോഗിച്ച് ഈ സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കുക. ഇതുകൂടാതെ നിങ്ങൾക്ക് കഴിയുന്നത്ര സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർച്ചയായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. Day 2 വീഡിയോ ആയിട്ട് കാണാം. താങ്ക്